മക്കൾ മരിച്ച അമ്മമാരുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും മറക്കാനോ മായ്ക്കാനോ ആവാത്ത ഹൃദയവേദന പരസ്പരം ഇങ്ങനെ പങ്കുവയ്ക്കാനും, കാർമേഘം പോലെ ഉരുണ്ട് കൂടുന്ന ഹൃദയഭാരം ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞു തീർക്കാനും, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാനും അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തുചേരും. മിനിഞ്ഞാന്ന് ഒരു പുസ്തക പ്രകാശനത്തിനായി വേദിയിലേക്ക് കയറിയ ഞാനല്ല പിന്നീട് വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്. എൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. ഞാൻ സംഭവം പറയാം. 2 മാസം മുമ്പ് സൂര്യ എന്നൊരമ്മ എന്നെ തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കുന്നു. അവരുടെ മകൻ സായി സിദ്ധാർത്ഥ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് 12-ാം വയസ്സിൽ മരിച്ചതാണ്. മരണത്തിന് മുമ്പ് അവൻ എഴുതിയ കഥകൾ ഗോഡ്സ് മാജിക് എന്ന പേരിലൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. അതൊന്ന് റിലീസ് ചെയ്യണം. അത് എൻ്റെ പിറന്നാൾ ദിനത്തിനാവണമെന്നും ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലെ മക്കളുടെയും മാതാപിതാക്കളുടെയും മുന്നിൽ വെച്ച് ആവണം എന്നുമായിരുന്നു അവരുടെ ആഗ്രഹം. പുസ്തകം അവരെനിക്ക് അയച്ചു തന്നു. ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളെ പോലെ ഓരോ വാക്കിലും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ചേർത്ത് വെച്ച കുഞ്ഞു കുഞ്ഞു കഥകളാണ്. എന്തായാലും 10-ാം തീയതി എനിക്ക് കിട്ടിയ ഒരു നിധി പോലെ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് ആ പുസ്തകം പുറത്തിറക്കി. ഇനിയാണ് വേദിയിലിരുന്ന് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് മരവിച്ചു പോയ ചില നിമിഷങ്ങളെക്കുറിച്ച് പറയാൻ പോണത്. വേദിയിൽ എൻ്റെ ഒപ്പം ഇരുന്നത് സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി ബാധിതനായ കൃഷ്ണകുമാർ, മസ്കുലർ ഡിസ്ട്രോഫി ബാധിതനായിട്ടുള്ള സായിയുടെ ഈ പുസ്തകത്തിലെ ചിത്രങ്ങളെല്ലാം മനോഹരമായിട്ട് വരച്ചു കൊടുത്ത രതീഷ്, സായിയുടെ അമ്മ സൂര്യ, ക്യാൻസറിനെതിരെ അവസാന ശ്വാസം വരെ പോരാടുമ്പോഴും എല്ലാവരെയും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നന്ദുവിന് ഓർമ്മയില്ല, നന്ദു മഹാദേവ, ആ നന്ദുവിൻ്റെ അമ്മ. അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരാണ് വേദിയിലും വേദിക്ക് മുന്നിലും. അവരെല്ലാം വേദിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കേണ്ടതായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദുഃഖത്തെ ഇങ്ങനെ വിളിച്ചു വരുത്തി വിലപിക്കുന്ന ആളുകൾ കേൾക്കേണ്ടതായിരുന്ന വാക്കുകൾ. ഈ ബോബി ജോസ് കട്ടിക്കാട്ടിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. ബസ്സിൻ്റെ ബാക്ക് സീറ്റിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നൊരു കഥ പറയുന്നുണ്ട്. എന്തിനാ അവൾ കരയുന്നതെന്നറിയോ? അവൾ അയക്കുന്ന മെസ്സേജുകൾക്കൊന്നും അവളുടെ ബോയ് ഫ്രണ്ട് മറുപടി കൊടുക്കുന്നില്ല. ക്യാൻസർ ഹോസ്പിറ്റലിന് മുന്നിൽ അവൾ ബസ്സിറങ്ങുന്നു. തലമൊട്ടയടിച്ച് അതിൽ നീല വരകൾ അടയാളപ്പെടുത്തിയ ചെറിയൊരു മകനെയും എടുത്തുകൊണ്ട് ഒരമ്മ അതേ ബസ്സിൽ നിന്നിറങ്ങി ആശുപത്രിയിലേക്ക് നടക്കുകയാണ്. ഇനി ആ പെൺകുട്ടിക്ക് കരയാൻ എന്ത് അവകാശമാണുള്ളത്? അതേപോലെ ഇന്നലെ മക്കൾ നഷ്ടപ്പെട്ട ആ അമ്മമാരുടെ വാക്കുകൾ കേട്ടപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്ന നമുക്ക് ദുഃഖിക്കാൻ എന്ത് അവകാശമാണുള്ളത് എന്ന് തോന്നിപ്പോയി. നന്ദുവിൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല എൻ്റെ വേദന. മക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ആ കുഞ്ഞിനെ പെറ്റ അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവൂ എന്ന്. ഇതുപോലെ അവരോരോരുത്തരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ കണ്ണുകൾ അടച്ചു. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോയപ്പോൾ കണ്ട മൈക്കലാഞ്ചലോയുടെ മാർബിളിൽ തീർത്ത പിയാത്ത എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. മേരിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന ജീസസിൻ്റെ മരിച്ച ശരീരം. മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിച്ചു പോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. എന്നിട്ടും മേരി അവിടെ കണ്ണീരൊഴുക്കല്ല, വല്ലാത്തൊരു മ്ലാനതയോടെ മടിയിൽ മരിച്ചു കിടക്കുന്ന മകനെയും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ ഈ അമ്മമാരും ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ കൂട്ടായ്മയിലൂടെ പരസ്പരം ദുഃഖങ്ങൾ പങ്കുവച്ച് ഉജ്ജ്വലമായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ പൊട്ടിക്കരയുകയും ചെറിയ തോൽവികളുടെ പേരിൽ ദുഃഖിച്ചൊരു മൂലയിലിങ്ങനെ ചടഞ്ഞുകൂടി ഒതുങ്ങിക്കൂടുകയും ഓടിപ്പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ഒന്നറിയണം. അപ്പോഴേ നമ്മിൽ സംഘർഷങ്ങളുടെ ശൂന്യത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. എൻ്റെ സായി ഈ ലോകത്ത് എന്നും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു അടയാളപ്പെടുത്തലാണ് ഈ ബുക്ക്. അവൻ ചെറുപ്പത്തിൽ എഴുതിയിരുന്ന കുറച്ച് കഥകളാണ് ഞാൻ ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അവൻ ഇന്നും എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് സാർ. അവൻ എന്താ പറയേണ്ടത് എനിക്കും അറിയില്ല.